എന്നെ സംസാരിക്കാൻ സമ്മതിക്കാൻ ഉച്ചത്തിൽ വിളിക്കാമെന്ന്. ആരാണ് ഹൂയിഷി? ആരോ ഒരു സ്ത്രീയെ അവർക്ക് പബ്ലിസിറ്റി കിട്ടി. ഐ ഡോണ്ട് നോ ഹർ. ഷീസ് ആൻ അൺനോൺ എൻറ്റിറ്റി. ഫിലിം ഇൻക്ലേവ് വരാൻ അവർക്ക് യാതൊരു അവകാശമില്ല. വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും കയറി വർത്താനം പറയാനുള്ള സ്ഥലമാണ് ഇൻക്ലേവ്. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കപ്പെടും. ചന്തയൊന്നുമല്ല. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പ്രായം കൊണ്ട് ഏറെ സീനിയറായ മലയാള ചലച്ചിത്രകാരന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗായികയെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയെ അറിയില്ലെന്നാണ് സിനിമാ കോൺക്ലേവിലെ വിവാദങ്ങൾക്ക് പിന്നാലെ അടൂർ പറഞ്ഞത്. ഒട്ടേറെ സിനിമകളിൽ അതിപ്രശസ്തമായ ഗാനങ്ങൾ പാടിയ പുഷ്പവതി അടൂരിന് അൺനോൺ എൻറ്റിറ്റിയാണ്. ഐ ഡോണ്ട് നോ ഹെയർ എന്ന് പറഞ്ഞ് കൈമലർത്തുന്നത് ശീലത്തിന്റെ ഭാഗമാകും. പുഷ്പവതിയെ അടൂരിന് അറിയാത്ത സ്ഥിതിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി മാറുന്നുണ്ടല്ലോ. സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ വംശീയത പറഞ്ഞപ്പോൾ കൈയടിച്ചവരിൽ നിന്നും പ്രതിഷേധ സ്വയമുയർത്തിയ ഒരേയൊരു വ്യക്തി, സ്ത്രീ പുഷ്പവതി. ദളിത് കുടുംബത്തിൽ ജനനം, ഗായിക, സംഗീത സംവിധായിക, ഗാനരചയിതാവ്, സാമൂഹ്യ പ്രവർത്തക, ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയും. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനിയിലും പരിശീലനം നേടിയ പുഷ്പവതി പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടിയിട്ടുണ്ട്. 1999 മുതൽ 2004 വരെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്ത പുഷ്പവതി 2002 മുതൽ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ഈ കാലയളവിൽ നേടി. സിനിമാ കോൺക്ലേവ് വേദിയിൽ കണ്ട ആ ധീരതയും വാക്കുകളിലെ തീയുമുണ്ടല്ലോ. പുഷ്പവതിയുടെ ശബ്ദത്തിനും നിലപാടുകൾക്കും അതേ കരുത്തുണ്ട്. ജനങ്ങളുമായി സംവദിക്കുന്നതാകണം സംഗീതമെന്ന നിലപാട് മുറുകെ പിടിക്കുന്ന പുഷ്പവതി ചരിത്രപരവും സാമൂഹികവുമായ പാട്ടുകൾ സ്വന്തമായി ഈണം നൽകി അവതരിപ്പിച്ചും കയ്യടി നേടിയിട്ടുണ്ട്. സോ പുഷ്പവതി ആരെന്ന് ഇതുവരെയും അറിയില്ലെങ്കിൽ അറിയുക തന്നെ വേണം സാർ. പുഷ്പവതിയെ അടൂരിന് അറിയാതെ പോകുന്നത് സ്വാഭാവികമായ ഒന്നല്ല. അവർ സംസാരിക്കുമ്പോൾ അടൂരിന് ചന്ത ഓർമ്മ വരുന്നതും നിസ്സാരമായി കേട്ടുപോകേണ്ട ഒന്നല്ല. ചന്തയ്ക്ക് എന്താണ് പ്രശ്നമെന്നൊന്നും തൽക്കാലം ചോദിക്കുന്നില്ല. തനിക്കറിയാത്തത് കൊണ്ട് മാത്രം സിനിമയുമായി ബന്ധപ്പെട്ട കൂടിയാലോചന സദസ്സിൽ സർക്കാർ ക്ഷണിച്ചെത്തിയ പുഷ്പവതിക്ക് അടൂർ സ്ഥാനം നൽകുന്നില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പുഷ്പവതി തനിക്കെതിരെ പ്രതിഷേധിച്ചതത്രേ. മനസ്സിലാവാത്ത ആൾ അണിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ്? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടമില്ലേ? ഇന്നലെ ടെലിവിഷനിലെല്ലാം അവരുടെ പടമില്ലേ? നല്ല പബ്ലിസിറ്റി അല്ലേ? അതുകൂടെ എന്താ വേണ്ടത്? സിനിമ എടുക്കാൻ പരിശീലനം നൽകണമെന്നാണ് അടൂർ പറഞ്ഞിരുന്നതെങ്കിൽ അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയെങ്കിലും നമുക്ക് കണക്കാക്കാമായിരുന്നു. പക്ഷേ അടൂരിന്റെ പ്രശ്നം അതല്ല. മറ്റുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും സിനിമ എടുക്കാം, അവർക്ക് പരിശീലനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ SC/ST വിഭാഗം സിനിമ എടുക്കുന്നതിന് മുൻപ് പ്രത്യേക പരിശീലനം നേടണം. സവർണർക്ക് അത്ര പരിശീലനം ഒന്നുമില്ലെങ്കിലും അവരുടെ സിനിമ നന്നാവും. അടുത്ത പ്രശ്നം സ്ത്രീകളാണ്. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ പിടിക്കാൻ പൈസ കൊടുക്കരുതെന്നാണ് അടൂർ പറയുന്നത്. ഇവിടെ ആരും ആർക്കും വെറുതെ പണം കൊടുക്കുന്നില്ല. എല്ലാത്തിനും കൃത്യമായ മാനദണ്ഡമുണ്ട്. ഇങ്ങനെയുള്ള ഫണ്ട് ദുർവിനിയോഗം ചെയ്യുമെന്ന മുൻവിധി വന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? കഴിവും സർഗാത്മകതയും കൊണ്ട് മാത്രമല്ല ഇവിടെ വലിയ പ്രതിഭകൾ ഉണ്ടായതെന്ന് ഓർത്തു നോക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ സംവിധായകർക്ക്, പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും അത്? ചില ആളുകൾക്ക് വാക്കുകൾ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ വാക്കായിട്ട് ഞാൻ എൻ്റെ വാക്ക് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. മൊബൈൽ ഫോണിന്റെ ക്യാമറയിൽ ഒരു സിനിമ തന്നെ ഷൂട്ട് ചെയ്ത കുട്ടികളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഒരു കാലമാണിത്. ഇവിടെ നിന്നുകൊണ്ടാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും സിനിമാ മോഹവുമായി എത്തുന്ന ആളുകളോട് ലെൻസ് എന്താണെന്നും എഡിറ്റിംഗ് എന്താണെന്നും അറിയാമോ എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. അടൂരിന്റെ ഉള്ളിലെ ജാതിബോധം കൂടി കാണണം. സവർണ വരേണ്യ പക്ഷപാതവും മലയാളത്തിലെ പുതിയ സംവിധായകരെ കുറിച്ചുള്ള മുൻവിധിയും കാണണം. ചുരുങ്ങിയ പക്ഷം ഇത്തരം മാടമ്പിത്തരമൊന്നും അംഗീകരിക്കാത്ത ഒരു സമൂഹം പുറത്തുണ്ടെന്നെങ്കിലും അടൂർ മനസ്സിലാക്കണമായിരുന്നു. ജാതീയവും ലിംഗപരവുമായ പ്രിവിലേജ് അനുഭവിക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകളിൽ ഒതുങ്ങിപ്പോകുന്ന അടൂരിന് ചിലപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ഇനിയും സമയം വേണ്ടിവരുമായിരിക്കും. ഗവൺമെന്റ് പണം കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് പണം കൊടുത്ത് പടം എടുപ്പിക്കുകയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അവരെ അതിന് തയ്യാറാക്കണം എന്ന് ഞാൻ പറഞ്ഞു. എംപവർ ചെയ്യണം. എങ്ങനെ? ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. ശ്രീകുമാരൻ തമ്പി അടക്കമുള്ളവർ അടൂർ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് വല്ലാതെ ന്യായീകരിക്കുന്നുണ്ട്. അവർക്കും പെട്ടെന്ന് തന്നെ നേരം വെളുക്കുമായിരിക്കും.
അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ന്യായമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ നാവ് കൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റും, എന്റെ മനസ്സുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റും. കോൺക്ലേവിൽ ദളിത് സ്ത്രീ സംവിധായകർക്കെതിരെ അടൂർ നടത്തിയത് കൃത്യമായ അധിക്ഷേപം തന്നെയാണ്. ഒരു തരത്തിലും സിനിമാ മേഖലയിലേക്ക് ഇവർ കടന്നുവരാൻ പാടില്ലെന്ന സവർണനായ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതീയ സ്ത്രീവിരുദ്ധ ബോധം. അതായത് സാമൂഹികമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള ഒരു പോളിസിയാണിത്. ആ പോളിസീനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ, അതും നിയമസഭാ മന്ദിരത്തിൽ, അത് നിയമസഭാ മന്ദിരം എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രമാണ്, അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു പവർ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അതിനെ ഞാൻ ചോദ്യം ചെയ്തതാണ്. കാലങ്ങളായി നിശബ്ദമാക്കപ്പെടുകയും തെറ്റായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്ത വലിയൊരു വിഭാഗത്തിന്റെ കാഴ്ചകൾക്ക് ഇവിടെ ഇടം വേണ്ടെന്ന മാടമ്പിത്തരം. PK റോസിയെ ഓർമ്മയില്ലേ? മലയാള സിനിമയിലെ ആദ്യ നായിക. ദളിത് സ്ത്രീ നടിയായി വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച കൂട്ടരുണ്ടായിരുന്നു. അതേ ജാതിവറി തന്നെയാണ് പുതിയ കാലത്ത് അടൂരുമാരിലൂടെ കൈമാറ്റം ചെയ്തു വരുന്നതെന്ന് പറയേണ്ടി വരുന്നു. യാതൊരുവിധ പരിശീലനവും ലഭിക്കാതെ 15ഓളം സിനിമകൾ ചെയ്ത, 3 ദേശീയ പുരസ്കാരങ്ങളും 30-ലധികം അന്തർദേശീയ പുരസ്കാരങ്ങളും ലഭിച്ച പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ ബിജു എന്ന സംവിധായകനെ അടൂരിന് അറിയാമോ? സവർണ കുടുംബങ്ങളുടെ ആളുകളുടെ വ്യാകുലതകൾ അടൂരിന്റെ സിനിമകളിൽ കാണാം. അടൂരിന്റെ ജീവിത പരിസരങ്ങളാവാം ഒരുപക്ഷെ സിനിമകൾക്കും ആധാരം. ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും സ്ത്രീകളുമൊക്കെ സിനിമയെടുക്കട്ടെ, അവരുടെ കാഴ്ചകളും അവർ പകർത്തട്ടെ. അടൂർ എന്തിനാണ് ഇതിൽ അലോസരപ്പെടുന്നത്? ജാതി വ്യവസ്ഥ കാലൂന്നി നിൽക്കുന്നത് അസമത്വത്തിലാണ്. അതേ അടിത്തറയിലാണ് അടൂരും നിൽക്കുന്നത്. പട്ടികജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള അടൂരിന്റെ മനോഭാവം ജനാധിപത്യ വിരുദ്ധമാണ്. അത് സമൂഹം അനുവദിക്കില്ല. അതിന് എത്ര മഹാനായാലും തലതൊട്ടപ്പനായാലും തിരുത്തേണ്ടത് തിരുത്തും, അല്ലെങ്കിൽ അവജ്ഞയോടെ മാറ്റി നിർത്തും.